പ്രണാമം. ഞാൻ മാളൂസ് പി.ടി. മോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സഹർഷം സ്വാഗതം. ആചാര്യ ഡോക്ടർ മോഹൻജി എല്ലാവർക്കും സുപരിചിതനാണല്ലോ. അദ്ദേഹം ഒരുപാട് വിഷയങ്ങളിൽ അറിവുള്ള ആളാണ്. ആധ്യാത്മിക ആചാര്യനും ഹോമിയോപ്പതി ഫിസിഷ്യനും മനഃശാസ്ത്ര കൗൺസിലറും ഹിപ്നോതെറാപ്പിസ്റ്റും റെക്കി ഹീലിംഗ് മാസ്റ്ററും ജ്യോതിഷിയും പെൻഡുലത്തിന്റെയും വാസ്തുവിന്റെയും എക്സ്പെർട്ടും കൂടിയാണ്. ജാതകം, വിവാഹ പൊരുത്തം, മുഹൂർത്തം എന്നിവ കമ്പ്യൂട്ടറിൽ തയ്യാറാക്കി കൊടുക്കുന്നു. നാമജ്യോതിഷം, സംഖ്യാജ്യോതിഷം തുടങ്ങിയവയിലും വിദഗ്ധനാണ് അദ്ദേഹം. ശംഖു ജ്യോതിഷപ്രകാരം പ്രശ്നം നോക്കിക്കൊടുക്കുന്നു. ഒരു വാസ്തു ആചാര്യനായ ഇദ്ദേഹം കമ്പ്യൂട്ടറിൽ വാസ്തു പ്ലാൻ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട്. ചില പഴകിയ രോഗങ്ങൾക്ക് ഒറ്റമൂലി ചികിത്സ ചെയ്യുന്നുണ്ട്. കൂടാതെ അക്യുപഞ്ചർ, അക്യുപ്രഷർ, സുജോഗ് എന്നീ രീതികളിലൂടെ പഴക്കം ചെന്ന രോഗങ്ങൾക്ക് ചികിത്സ നടത്തിവരുന്നു. ചില അസ്വസ്ഥതകൾക്ക് മർമ്മ ചികിത്സയും ചെയ്തുവരുന്നു. മർമ്മ ക്ലാസുകൾ, യോഗാസനങ്ങൾ, സൂര്യ നമസ്കാരം എന്നിവ സൗജന്യമായി മുമ്പ് പഠിപ്പിച്ചിരുന്നു. ഹിമാലയൻ സിദ്ധാശ്രമ പരമ്പരയുടെ ധ്യാന പരിശീലനം മാത്രമാണ് സൗജന്യമായി നൽകിക്കൊണ്ടിരിക്കുന്നത്. താന്ത്രിക മാന്ത്രിക വിഷയങ്ങളിലും ഇദ്ദേഹം ജ്ഞാനിയാണ്. അദ്ദേഹത്തിന്റെ ശ്രീദർശനം എന്ന ബ്ലോഗ് വളരെ പ്രസിദ്ധമാണ്. ഒരുപാട് വിഷയങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട്. അതിൽ ലൈംഗിക വിഷയങ്ങളും ആത്മീയ വിഷയങ്ങളും മനഃശാസ്ത്ര വിഷയങ്ങളും കൂടാതെ മറ്റു പല വിഷയങ്ങളും, കവിതകളും ചെറുകഥകളും എല്ലാം എഴുതിയിട്ടുണ്ട്. അവ പലതും പ്രസിദ്ധങ്ങളുമാണ്. അദ്ദേഹത്തിന് സ്പോട്ടിഫൈയിൽ പോഡ്കാസ്റ്റ് പ്രക്ഷേപണം ഉണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അവ ഈ ചാനലിന് ഒരു പ്രചോദനം ആകും. തുടർന്ന് ആചാര്യ ഡോക്ടർ മോഹൻജിയുടെ പ്രഭാഷണം അവസാനം വരെ കേൾക്കുക. നന്ദി. എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ഞാൻ ആചാര്യ ഹോമിയോപ്പതി ഡോക്ടർ മോഹൻ തൃശ്ശൂരിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇന്നും സംസാരിക്കാൻ പോകുന്നത് മുദ്ര തെറാപ്പി, എനർജി ഹീലിങ്ങിനെ കുറിച്ചിട്ട് തന്നെയാണ് ഇന്നും ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും സഹർഷം സ്വാഗതം. എല്ലാവരും ഇന്ന് അക്ഷമയോടെ ഈ പ്രഭാഷണം കേട്ടിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഇന്ന് നമ്മുടെ കാലാവസ്ഥയിൽ വളരെയധികം വ്യതിയാനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് രാവിലെ നല്ല ചൂടും പകൽ ചൂടും വൈകിട്ട് തണുപ്പുമാണ്. അപ്പോൾ നമ്മുടെ ശരീരവും ഇതിനനുസരിച്ച് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ മാറ്റത്തിൻ്റെ പരിണത ഫലമായിട്ട് നമുക്ക് തലവേദന തൊട്ട് ഒരുപാട് അസുഖങ്ങൾ, പനി, ജലദോഷം തുടങ്ങിയ രോഗങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതെല്ലാം ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല. നമ്മുടെ കാലാവസ്ഥയുടെ വ്യതിയാനങ്ങൾക്കനുസരിച്ച് നമ്മുടെ ശരീരവും മാറുന്നതിൻ്റെ ഒരു ലക്ഷണം മാത്രമാണ് ഇത് എന്ന് നിങ്ങൾ വിചാരിക്കുക. കാര്യമായിട്ടുള്ള ചികിത്സാ രീതികളൊന്നും ഇതിലേക്ക് ആവശ്യമില്ല എന്ന് ഞാൻ നിങ്ങളോട് എടുത്തു പറയട്ടെ. ഇന്ന് സർവ്വസാധാരണമായിട്ടുള്ള ഹൃദയം സംബന്ധിച്ചുള്ള രോഗങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കുവാനാണ് ഞാൻ ഇന്ന് കൂടുതൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് കൂടുതൽ രോഗങ്ങളും ഹൃദ്രോഗികളാണ്. പ്രമേഹത്തിനോടൊപ്പം തന്നെ ഹൃദ്രോഗങ്ങളും ഇന്ന് വളരെയധികം വർദ്ധിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഹൃദ്രോഗങ്ങൾക്ക് വേണ്ടുള്ള ചില കാര്യങ്ങൾ പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഹൃദ്രോഗത്തിന് നമ്മൾ ചെയ്യുന്ന മുദ്രകളാണ് അപാൻ വായു മുദ്രയും ധ്യാൻ മുദ്രയും വായുമുദ്രയും. അപാൻ വായുമുദ്ര മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതാണ് അപാൻ മുദ്ര. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അപാൻ മുദ്രയാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അപാൻ വായുമുദ്ര. കാരണം വെച്ച് കഴിഞ്ഞാൽ വായുമുദ്രയുടെ കൂടെ വരുന്നതാണ് അപാൻ വായുമുദ്ര. അതിൻ്റെ ഒപ്പം തന്നെ ധ്യാൻ മുദ്ര. ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ധ്യാൻ മുദ്രയായി, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വായുമുദ്രയായി. ഇതിൻ്റെ ഒപ്പം തന്നെ ഇത് ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ അപാൻ വായുമുദ്രയായി. അപ്പോൾ ഈ 3 മുദ്രകളാണ് നമ്മൾ ഹൃദ്രോഗമുള്ള രോഗികൾ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതിനൊപ്പം തന്നെ നിങ്ങൾ ഭക്ഷണ കാര്യങ്ങളിലും ഉറക്ക കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജീവിതശൈലിയിൽ വ്യത്യാസം വരുത്തേണ്ടതുണ്ട്. വ്യായാമം ആവശ്യമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഹൃദയത്തിൻ്റെ ഒപ്പം പ്രമേഹം, മറ്റുള്ള രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേറെ മുദ്രകളും കൂടി ആഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള
ആളുകൾ എന്നെ നേരിട്ട് കൺസൾട്ട് ചെയ്യുക. അവർക്ക് അതിന് അതായിട്ടുള്ള ചികിത്സ ഞാൻ നിർദ്ദേശിക്കുന്നതാണ്. അടുത്തതായിട്ട് ഹൃദയം സംബന്ധിച്ചുള്ളതാണ് ഹാർട്ട് അറ്റാക്ക്. ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ആശുപത്രിയിൽ എത്തിക്കുന്നതായിരിക്കും രോഗിയെ സംരക്ഷിക്കുവാനായിട്ട് ഈ മുദ്ര ഉപയോഗിക്കുക. അപാൻ വായു മുദ്ര. ഈ മുദ്ര രോഗിയുടെ കയ്യിൽ കൊടുക്കുക. രോഗിക്ക് അത് പിടിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക. ചുറ്റും ഇങ്ങനെ ടേപ്പ് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ ഇരുന്നോളും. അപ്പോൾ അപാൻ വായു മുദ്ര ഹാർട്ട് അറ്റാക്ക് വരുന്ന രോഗികൾക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക. അത് ഏറ്റവും ഉത്തമമാണ്. രോഗിയെ നമുക്ക് രക്ഷിക്കുവാനായിട്ട് കഴിയും. ആശുപത്രിയിൽ എത്തുന്നത് വരയ്ക്കും നമുക്ക് ഇത് രക്ഷിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ അപാൻ വായു മുദ്ര ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. ഹൃദയരോഗ വേദനയ്ക്ക് അല്ലെങ്കിൽ ആൻജീന എന്ന് പറയും. അതിന് വായുമുദ്രയും, ഇതാണ് വായുമുദ്ര, അപാൻ വായുമുദ്രയും. വായുമുദ്രയും അപാൻ വായുമുദ്രയും ചെയ്യുക. ഇതും നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുന്നത് വരേക്ക് നമുക്ക് ഇത് പ്ലാസ്റ്റർ ഒട്ടിച്ച് കഴിഞ്ഞാൽ രോഗിയുടെ ജീവൻ രക്ഷിക്കാനായിട്ട് ഒരു പക്ഷേ കഴിഞ്ഞേക്കാം. അതുകൊണ്ട് നിങ്ങൾ ഈ അപാൻ വായുമുദ്ര ഈ രണ്ടും കൂടി ചെയ്യുക. ഇതാണ് ഈ പറയുന്ന രോഗത്തിന് വേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ ഹൃദയധമനി രോഗം, അതായത് CAD എന്ന് പറയും. അതിനും നമ്മൾ ചെയ്യുന്ന ഹൃദ്രോഗങ്ങൾക്ക് മിക്കവാറും എല്ലാം ചെയ്യേണ്ടത് അപാൻ വായു മുദ്ര തന്നെയാണ് വേണ്ടത്. അപ്പോൾ ഈ അപാൻ വായു മുദ്ര നിങ്ങൾ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങളും വേദനകളും കാര്യങ്ങളും കൊറോണയെ സംബന്ധിച്ചുള്ള രോഗങ്ങൾക്കൊക്കെ ഈ ഹൃദ്രോഗം സംബന്ധിച്ചുള്ള എല്ലാ രോഗങ്ങൾക്കും ഈ അപാൻ വായു മുദ്ര ചെയ്യുക. നിങ്ങൾക്ക് ചെയ്യേണ്ടത് സാധാരണ രോഗങ്ങൾക്കാണെങ്കിൽ 3/4 മണിക്കൂറും അല്ലാത്ത രോഗങ്ങൾക്കാണെങ്കിൽ 1 മണിക്കൂറുമാണ് ചെയ്യേണ്ടത്. ഭക്ഷണത്തിന് മുമ്പ് ചെയ്യുകയാണെങ്കിൽ ഉത്തമം. ഭക്ഷണം കഴിഞ്ഞിട്ടാണെങ്കിൽ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ചെയ്യണം. മൂത്രമൊക്കെ ചെയ്യുമ്പോൾ നടക്കരുത്, വ്യായാമം ചെയ്യരുത്. അപ്പോൾ ഉറക്കം നന്നായിട്ട് ശ്രദ്ധിക്കണം. നല്ല ഉറക്കം 7-8 മണിക്കൂർ വരെ ഈ രോഗികൾ സുഖമായിട്ട് ഉറങ്ങേണ്ടത് അത്യാവശ്യമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾ വെറുതെ ഇരുന്നാൽ പോരാ, മുദ്ര പിടിച്ചിട്ട് ഇങ്ങനെ ഇരുന്നാൽ പോരാ. നിങ്ങൾ ഇരുന്നുകൊണ്ട് ശ്വാസത്തെ ശ്രദ്ധിക്കണം, നിരീക്ഷിക്കണം. ശ്വാസം ഇങ്ങനെ വിടുന്നത് ദീർഘമായിട്ട് എടുക്കുക, ദീർഘമായിട്ട് വിടുക. ഈ ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. ഈ ശ്വാസത്തിൽ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ ഈ ഊർജം, അതായത് നിങ്ങളുടെ ഉള്ളിലേക്ക് പ്രവഹിക്കാനായിട്ട് നിങ്ങൾക്ക് അനുഭവിച്ച് അറിയാവുന്നതാണ്. ഇത് ഈ മുദ്ര ചെയ്യുമ്പോൾ നമ്മുടെ ചക്രങ്ങൾ, ആജ്ഞാചക്രം, മണിപൂരകം, സ്വാധിഷ്ഠാനം, മൂലാധാരം എന്നൊക്കെ പറഞ്ഞുള്ള ചക്രങ്ങളുണ്ട്, അതിനെ സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗ്രന്ഥികളെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രന്ഥികളെയും കൂടി സ്വാധീനിക്കുന്നു. അതുപോലെ തന്നെ ശരീരത്തിലെ നെർവസ് സിസ്റ്റം, അതുപോലെ തന്നെ പല സിസ്റ്റങ്ങളുണ്ടല്ലോ, ഡൈജസ്റ്റീവ് സിസ്റ്റം, ഇതിനൊക്കെ ഡയറക്റ്റായിട്ട് ഈ മുദ്രകൾ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ശ്രദ്ധിക്കുക. നമുക്ക് ഏതാണോ അസുഖം എന്നുണ്ടെങ്കിൽ ആ ഭാഗത്തേക്കാണ് ഇതിൻ്റെ ഊർജം ചെന്ന് പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഹീലിംഗ് സംഭവിക്കുന്നുണ്ട്. അതാണ് ഒന്ന് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ അടുത്തത് വന്ധ്യതയാണ്. വന്ധ്യതയ്ക്ക് ഉപയോഗിക്കുന്നത് അപാൻ മുദ്രയാണ്. വന്ധ്യതയ്ക്ക് ഉപയോഗിക്കുന്നത് അപാൻ മുദ്രയാണ്. ഈ അപാൻ മുദ്ര ശരിക്കും പറയുമ്പോൾ വയറിന് കീഴ്പ്പെട്ടുള്ള രോഗങ്ങൾക്കാണ് സാധാരണ ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു ക്ലെൻസിങ് മുദ്രയും കൂടിയാണ്. നമ്മുടെ ശരീരത്തിലുള്ള മാലിന്യങ്ങൾ പുറന്തള്ളുന്നതിന് ഈ അപാൻ മുദ്ര ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ശരീരം മൊത്തത്തിൽ ക്ലൻസ് ചെയ്യുവാനായിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഈ വന്ധ്യതയിൽ ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ യൂട്രസിലോ അല്ലെങ്കിൽ ഫൊളാപ്പിൻ ട്യൂബിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലൊക്കെ നീർക്കെട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ചെയ്യേണ്ടത് അത് നീക്കാനായിട്ട് മുദ്രയും കൂടി ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അത് ചികിത്സയുടെ ഭാഗമായിട്ട് വരുമ്പോഴാണ് അതൊക്കെ നമുക്ക് നിർദ്ദേശിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ സാധാരണ ജനറലി ആയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളും മുദ്രകളെല്ലാം പറഞ്ഞു പോകുന്നത്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. പിന്നെ പറയുന്ന ഒരു കാര്യമാണ്, പലർക്കും വണ്ണം വയ്ക്കാൻ ആഗ്രഹമുണ്ടാകും. അവർക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് പൃഥ്വിമുദ്ര എന്ന് പറയുന്നത്. ഇതാണ് പൃഥ്വിമുദ്ര. പൃഥ്വിമുദ്ര ചെയ്ത് കഴിഞ്ഞാൽ വണ്ണം വയ്ക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ഭൂമി തത്വമാണ്. അപ്പോൾ ഭൂമി തത്വത്തിന് എന്താ വെച്ചാൽ വിശപ്പില്ലായ്മ, അതുപോലുള്ള ദഹനത്തിൻ്റെ പ്രശ്നങ്ങൾ എന്നീ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഈ പൃഥ്വിമുദ്ര കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും.
അപ്പോൾ നമ്മൾ ചെയ്യേണ്ട സമയങ്ങൾ പറഞ്ഞിട്ടുണ്ട് എല്ലാത്തിനും. അരമണിക്കൂർ to 45 മിനിറ്റ് വരെ. സാധാരണ രോഗിക്ക്, പഴക്കമുള്ള രോഗിക്കാണെങ്കിൽ 1 മണിക്കൂർ. അങ്ങനെ 3 പ്രാവശ്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ചിലർക്ക് ഭാരം കുറയ്ക്കുവാനായിട്ടാണ് താല്പര്യം ഉണ്ടാവുക. അവർ ചെയ്യേണ്ട കാര്യങ്ങളാണ്: ഒന്ന് സൂര്യമുദ്ര. ഇതാണ് സൂര്യമുദ്ര. സൂര്യമുദ്രയും ധ്യാൻമുദ്രയും ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ശരീരം വണ്ണം കുറയാനായിട്ട് സാധിക്കും. സൂര്യമുദ്രയൊക്കെ ചെയ്യുമ്പോൾ അഗ്നി കൂടുതലായിരിക്കും, കാരണം ശരീരം നന്നായിട്ട് ചൂടാവും. അപ്പോൾ ഈ ചൂട് കാലത്ത് അങ്ങനെ അത്രയധികം സൂര്യമുദ്ര ചെയ്യണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. ശരീരം മൊത്തത്തിൽ ചൂടാവും. അപ്പോൾ ഈ ചൂടുള്ളപ്പോൾ അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് സൂര്യമുദ്ര 3/4 മണിക്കൂർ ചെയ്യേണ്ട 15 മിനിറ്റ് വീതം ചെയ്യുക. ധ്യാൻമുദ്ര എത്ര വേണമെങ്കിലും ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ പറയുന്നത് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡാണ്. ഇപ്പോൾ വയസ്സായുള്ള 50 കഴിഞ്ഞുള്ള പുരുഷന്മാരിൽ കാണുന്ന ഒരു രോഗമാണ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് വീർക്ക അല്ലെങ്കിൽ വലുതാവുക. അത് ക്യാൻസറായിട്ട് തിരിയാനുള്ള സാധ്യതയൊന്നും ഇല്ല. പക്ഷെ എന്നിരുന്നാലും നമുക്കത് കുറയ്ക്കാനായിട്ട് പൃഥ്വിമുദ്രയും അഭാൻ മുദ്രയും രണ്ടും ചെയ്യുക. 15 മിനിറ്റ് 15 മിനിറ്റ് ചെയ്യുക. അത് 3 പ്രാവശ്യമായിട്ട് ചെയ്തതിനാൽ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് വ്യത്യാസം വരുന്നതാണ്. പിന്നെ മത്തങ്ങയുടെ കുരു നമ്മൾ കഴിക്കുകയാണെങ്കിൽ അതിനൊരു ഉത്തമ ഔഷധം കൂടിയാണ്. ഒരു 10 എണ്ണം രാവിലെയോ 10 എണ്ണം വൈകിട്ടും കഴിക്കുകയാണെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിവീക്കം നമുക്ക് തടയാവുന്നതാണ്. അടുത്തായിട്ട് വരുന്നത് പ്രോലാപ്സ്. പല സ്ത്രീകളിലും ഗർഭപാത്രം ഇറങ്ങി വരിക, അല്ലെങ്കിൽ മലദ്വാരം പുറം തള്ളിവരിക എന്നീ കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്: ഓപ്പറേഷന് മുമ്പ് നിങ്ങൾ കുറച്ച് ദിവസം, ഒരു മാസം ഈ പൃഥ്വിമുദ്ര ചെയ്ത് നോക്കുക. പൃഥ്വിമുദ്ര ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി വ്യത്യാസം വരുന്നതാണ് തീർച്ചയായിട്ടും. വല്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സാധിച്ചൊന്നുമില്ല, എന്നാൽ കുറയും. വല്ലാതെ ഇറങ്ങിയിട്ടുള്ള സ്റ്റേജുകളും പലതുണ്ട്. അപ്പോൾ അത് ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജൊക്കെ ആണെങ്കിൽ അപ്പോൾ നമുക്കത് പൂർവ്വസ്ഥിതിയിലേക്കായി കിട്ടുന്നതാണ്. പക്ഷെ അതിന് മേലേക്കാണെങ്കിൽ ചിലപ്പോൾ പുറത്തേക്ക് തള്ളുന്നത് കുറേയൊക്കെ നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കും. എൻ്റെ ഈ പ്രഭാഷണം കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. നന്ദി. കൂപ്പുകൾ. If you like this video, subscribe it and share it. Thank you.